ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടാണെങ്കിലും തുടങ്ങി. ലാലേട്ടൻ പ്രമോയില് ഒരുപാട് ബിൽഡപ്പും കാര്യങ്ങളും തന്നായിരുന്നു. 7ന്റെ പണിയായിരിക്കും, ഒരുപാട് ഈ ഒറ്റപ്പെടലും പിന്നെ ഗ്രൂപ്പീസും ഒക്കെ പൊളിച്ചെഴുന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസിന്റെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസും പിന്നെ എവിക്ഷനും ഒക്കെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഇത് ശരിക്കും പറഞ്ഞൊരു ഇന്റർവ്യൂ പോലെ ആയി പോയില്ലേ? അതായത് ഞാനെന്താ ബിഗ് ബോസിന്റെ നിരീക്ഷകൻ, ബിഗ് ബോസ് മറ്റേ അനലിസ്റ്റ്, അങ്ങനെയൊക്കെ അതുപോലെ ആയിപ്പോ. ഇപ്പൊ ആൾക്കാര് ആരാടാ ഇവൻ വലിയ വലിയ ആധികാരിക ബുദ്ധിജീവി, നമ്മുടെ ബുദ്ധിജീവി ടോക്കായി പോകുന്നുണ്ട്. ഞാനിപ്പോ നീ ചോദിച്ച ഉത്തരവാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത്തവണ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിരീക്ഷകൻ അങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴുണ്ട് ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലക്ക് നിനക്കെന്താ തോന്നുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ കൊണാണ്ടായി പോയല്ലേ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു 1 വീക്ക് കഴിഞ്ഞു, എവിക്ഷൻ കഴിഞ്ഞു. ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നിനക്ക് എന്താ തോന്നുന്നത്? ഇപ്രാവശ്യത്തെ സീസൺ അടിപൊളിയായിരിക്കും? ഇത്തവണത്തെ സീസൺ ഇതുവരെ കണ്ടത് വരെ ഒരു വെറൈറ്റി സീസൺ ആണ്. ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ടാസ്കിലായാലും ട്വിസ്റ്റ് കാര്യങ്ങള് എന്തായാലും നല്ലൊരു സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് വീക്ക് എവിക്ഷനില് രഞ്ജിത്ത് പുറത്തു പോയപ്പോ അതൊരു എന്താ പറയാ കറക്റ്റ് എവിക്ഷൻ തന്നെയായിരുന്നു. രഞ്ജിത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് വീക്ക് കിച്ചൺ ടീമിലായിരുന്നു. രഞ്ജിത്തിന് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നി. ഇനിയിപ്പോ വരാൻ പോകുന്നത് മിഡ് വീക്ക് എവിക്ഷൻ ഒക്കെയാണ്. അത് ശരിക്കും പറഞ്ഞൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. അത് ശരിക്കും ഇപ്പോ രേണു സുധി, റേന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതിൽ ആര് പുറത്തു പോകുന്ന തോന്നുന്നത്? അങ്ങനെ ചോദിച്ചാ രേണു സുധി പറയുന്നത് കേട്ടു പുള്ളിക്കാരത്തേക്ക് ഇനി അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല, ഫിസിക്കലി വീക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഈ മിഡ് വീക്ക് എവിഷൻ ടാസ്കിന്റെ ബേസിലാണ് നടക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ഫിസിക്കലി വീക്കായിട്ടുള്ളവര് മിക്കവാറും ടാസ്ക് അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പുറത്തു പോകാനായിരിക്കും സാധ്യത. രണ്ടുപേര് പോകും. ഒന്ന് രേണു സുധി ആയിരിക്കും തോന്നുന്നു, പിന്നെ സരികയുണ്ട്, പിന്നെ ശാരികയുണ്ട്. അവർ രണ്ടുപേരും ആരെങ്കിലും പോകുന്ന തോന്നുന്നത്. ബാക്കിയുള്ള എല്ലാരും അത്യാവശ്യം ഫിറ്റ് ആണ്. ഇപ്പൊ റെനെ ആയാലും കൊച്ചു കുട്ടിയാണെങ്കിലും ടാസ്ക് ഒക്കെ വരുമ്പോൾ ഇപ്പൊ പുറത്തു പോകുന്നുള്ള ഘട്ടമൊക്കെ വരുമ്പോൾ മാക്സിമം എഫോർട്ട് ഇട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ കുറച്ച് വീക്ക് ആയിട്ടുള്ളവര് പോകുന്ന തോന്നുന്നത്. പക്ഷെ റെനയുടെ ഭാഗത്തുനിന്ന് ഗെയിം പ്ലേ, മൈൻഡ് ഗെയിം ഒന്നും ഇതുവരെ കണ്ടില്ല അല്ലെ? റെന ഒരു അത്ര മെച്യൂർഡ് അല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ആ പ്രായത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞുള്ളൂ, എല്ലാരും ആ ട്രാക്കിലേക്ക് കയറുന്നേ ഉള്ളൂ. അപ്പം ആരും അങ്ങനെ വലിയ മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അനീഷിനെ നമ്മൾ അനീഷ് നല്ല മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളി മാക്സിമം ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ മാനസികം തന്നെ തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. പുള്ളിയുടെ ഗെയിമിന്റെ ഭാഗമായിരിക്കും. മറ്റേ രജിത് കുമാറിന്റെ അതേ ഒരു ഗെയിം പ്ലാനിങ് തന്നെയല്ലേ പുള്ളിയും പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇറിറ്റേറ്റ് ചെയ്യുക, അവരെ മാനസികമായി തളർത്തുക, അങ്ങനത്തെ ഒരു അതില് അനീഷ് വിജയിക്കുന്നുമുണ്ട്. എല്ലാരും ഇപ്പൊ അനീഷ് എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാരും ഇറിറ്റേറ്റഡ് ആവുന്നൊരു രീതിയിലേക്ക് പുള്ളി അവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ശരിക്കും അപ്പാനെ ശരത്തിന്റെയും അക്ബറിന്റെയും ഒക്കെ ഗെയിം പ്ലാനിങ് കണ്ടപ്പോ നമ്മൾ ശരിക്കും വിചാരിച്ചില്ലേ അവര് ശരിക്കും എന്തൊക്കെയോ സംഭവങ്ങൾ കാണിക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ മാരാറിന്റെയും വിഷ്ണുവിന്റെ ഒക്കെ ഒരു അതേ ടൈം ആയിരുന്നു അവർ പിടിച്ചത്. പനിശരത്ത് അഖിൽമാരാറെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഒരു പരിധി തോന്നിയിട്ടുണ്ട്. അവര് ഭയങ്കര പ്ലാനിങ് മാത്രമേ ഉള്ളൂ. അവർ ഇതുവരെ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അവര് മാറിയിരിക്കുക അക്ബർ അപ്പാനി രണ്ടുപേരും കൂടെ ഒരു ഗ്രൂപ്പിസം കളിക്കുന്ന. എനിക്കത് കണ്ടിട്ട് ഒരു അയൽക്കൂട്ടംകാർ ഇരുന്നിട്ട് കുശുമ്പ് പറയുന്ന പോലെ ഉണ്ട്. അവര് ഈ അനുമോളുടെ കൂടെ ഇരിക്കും, അവരുടെ കുറെ കുറ്റം പറയും. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മയല്ലേ അത് കാണുമ്പോ തോന്നുന്നത്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങ് വരുന്നില്ല. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊന്നും കളിയിലേക്ക് വരുന്നില്ല. ഞാനൊരു റിവ്യൂ കണ്ടായിരുന്നേ ഈ ബിഗ് ബോസ് 7നെ പറ്റിയിട്ട്. അതില് ആ പുള്ളി പറയുന്നത് ഈ എന്താണ് അനീഷിന്റെ വലയിൽ വീഴുന്ന ജസ്റ്റ് ഈയാമ്പാറ്റകൾ മാത്രമാണ് ഇവരെന്നാണ്. അത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നി? അനീഷ് ഭയങ്കര മൈൻഡ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. പുള്ളി എത്രത്തോളം ഇറിറ്റേറ്റിംഗ്, പുള്ളി യഥാർത്ഥ ക്യാരക്ടർ ഇതാണോ നമുക്ക് ആർക്കും അറിയില്ല. ഇത് പുള്ളി ഒരു ഗെയിം ആകാം, അതിൽ പുള്ളി എന്തായാലും വിജയിച്ച്. കാരണം എല്ലാരെയും പുള്ളി ഇപ്പൊ മാനസികമായിട്ട് എല്ലാരെയും തളർത്തിയിട്ടുണ്ട്. അതില് പുള്ളി നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടാസ്ക് മറ്റേ പണിപ്പുരി പോകുന്ന ടാസ്ക്, അതില് അനീഷ് 1ാം സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച അവസാന ടാസ്ക് തന്നെ ഇതായിപ്പോയി. അപ്പൊ അനീഷിനെ വിടത്തില്ല എന്നുള്ളൊരു ഇതിലേക്കാണ് മറ്റുള്ളവരെത്തിയത്. പക്ഷെ അവിടെ ഷാനവാസ് ബുദ്ധിപൂർവ്വം അനീഷ് ഫസ്റ്റ് കയറിയെന്ന് എന്തായാലും അനീഷ് തർക്കിച്ച് 1 മണിക്കൂർ കളയും. പുള്ളി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പുള്ളി ഒരു ഗെയിം വെച്ച് പുള്ളി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഷാനവാസ് ബുദ്ധിപരമായിട്ട് പറഞ്ഞാണ് ഇപ്പൊ പുള്ളി ഫസ്റ്റ് കയറിയാലും ബാക്കിയുള്ളവർക്കപ്പോ അവരുടേതായ
20 സെക്കൻഡ് 10 സെക്കൻഡ് വെച്ചൊക്കെ കിട്ടും. ബാക്കിയുള്ളവർ അത് ഇമോഷണലി അതിനെടുത്ത് ഈഗോ അങ്ങനെ എടുത്തിട്ട് ആ ഒരു ടാസ്ക് തന്നെ ക്യാൻസൽ ആയിപ്പോയി. അനീഷിന്റെയും ഉദ്ദേശം തന്നെയാണ്. അപ്പൊ അതിൽ അനീഷാണ് ജയിച്ചത് സത്യത്തിൽ. ബാക്കി ആരും ബുദ്ധിപൂർവ്വം കളിച്ചില്ല. ഷാനവാസും പിന്നെ മറ്റേ ഈ പറഞ്ഞ ശാരിക KB അവരും ആ കാര്യം പറഞ്ഞായിരുന്നു, ബുദ്ധിപരമായിട്ട് കളിക്കാൻ. പക്ഷെ ആ ബുദ്ധിപരമായി കളിക്കാൻ പറഞ്ഞ അവരെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അവരെന്തോ തെറ്റ് ചെയ്ത പോലെ. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും ഉള്ളൊരു മാനസിക നില അനീഷ് കൊടുക്കുന്നില്ല. അവര് അനീഷിന്റെ ഒരു പ്രൊവോക്കേഷനിൽ വീണു പോവുക. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാത്തത്. അവരത് ഇമോഷണലി എടുക്കുക. മൈൻഡ് ഗെയിം വിട്ടിട്ട് അവർ ഇമോഷണലി ആ ടാസ്ക് ഒക്കെ എടുക്കുവാണ്. ഇത് ശരിയാണ്. പിന്നെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തത് നെവിനെ കുറിച്ചാണ്. നെവിൻ നല്ലൊരു എന്റർടൈനർ ആണ്. പിന്നെ നമ്മുടെ റിയാസ്, റോബിന്റെ ഒക്കെ സീസണിലെ റിയാസിന്റെ അതേ ഒരു ടേം പിടിച്ചിട്ട് പുള്ളി കുറെ നല്ല എല്ലാരും എന്റർടൈനിങ് ആക്കുന്നുണ്ടല്ലേ. നെവിൻ നല്ലൊരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്. ഇതൊരു ഗെയിം വൈസ് ഇതുവരെ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്റർടൈനിങ് വൈസ് പുള്ളി എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ പുള്ളി ലാലേട്ടനോട് പറഞ്ഞ പോലെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെ മാനസിക നില തെറ്റിപ്പോകുന്നു. അത് ശരിയാ. അപ്പൊ നെവിനുള്ളത് അവിടെ ഭയങ്കര ഒരു എന്റർടൈനിങ് ആണ്. അവിടെ ഉള്ള അകത്തുള്ളവർക്കും ഭയങ്കര ഒരു രസമാണ്. പുള്ളി കണ്ടിരിക്കാൻ രസമാണ്. ഒരു എന്റർടൈനിങ് വൈസ് നെവിൻ അടിപൊളിയാണ്. പുള്ളിയുടെ റോള് പുള്ളി അതിനകത്ത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സീസണിൽ ഒരു മോഷ്ടാവ് തന്നെയായിരിക്കും. തക്കാളി കട്ടുന്നു, പിന്നെ ഓരോ ടാസ്കിന്റെ ആദ്യം കട്ടെടുക്കുന്നു. നെവിന്റെ ഒരു ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ പറയേണ്ടത് ഷാനവാസിനെ കുറിച്ച്. ഷാനവാസ് അത്യാവശ്യം നല്ലൊരു ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നിയത്? ഷാനവാസ് ഒരു നീറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പുള്ളി ഒരുപാട് അങ്ങ് ഒച്ച വെച്ച് സംസാരിക്കുന്നില്ല. ഇപ്പൊ ചിലർക്ക് വിചാരമുണ്ട് ഈ ഒച്ച വെച്ച് സംസാരിക്കുന്നതാണ് ബിഗ് ബോസ്, അതല്ലെങ്കിൽ 2-3 വഴക്കുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനെയല്ല, ഷാനവാസ് ഇപ്പോഴത്തെ രീതിക്ക് പുള്ളി നൈസായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻ ഇപ്പൊ ഈ വീക്ക് അറിയാം പുള്ളി എത്രത്തോളം ക്യാപ്റ്റൻഷിപ്പ് തിളങ്ങുന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു വീക്ക് കഴിഞ്ഞുള്ളൂ, എല്ലാവർക്കും അവസരങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ആരെയും വിലയിരുത്താറായിട്ടില്ല. എന്നാലും നമുക്ക് ഇനി വരും സീസണിൽ കണ്ടറിയാം. എന്തായാലും മിഡ് വീക്ക് എവിഷനില് രേണുസുതി പുറത്തു പോകുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെയുള്ള നമ്മുടെ വീക്ക്ലി എവിക്ഷനിൽ ആര് പോകുന്ന തോന്നുന്നത്? അത് ചൈത്യ പോകുന്നു എനിക്ക് തോന്നുന്നു. ചൈത്യ നല്ല വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ആ പോഞ്ഞോളി പുറത്തുനിന്നുള്ളൊരു ടാസ്കിൽ ഉറങ്ങാതെ ഇരുന്നു എന്ന് വെച്ച് ഗെയിമർ ആകുന്നില്ല. ബാക്കിയുള്ള എല്ലാത്തിലും ചൈത്യനെ കാണുന്നില്ല, സ്ക്രീനിൽ പോലും കാണുന്നില്ല. മറ്റേ ഗിസയിലാണെങ്കിലോ ഗിസയില് നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാത്തിലും അവരുടേതായ ഒരു നിലപാടുണ്ട്. മലയാളം അറിയില്ലെങ്കിൽ അവർ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫോർട്ടും ഉണ്ട്. പിന്നെ യുവാക്കളുടെ ഒരു വലിയ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അവർ ഈ ബിഗ് ബോസ് കൊടുക്കാൻ പറഞ്ഞ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് യൂസ് ചെയ്യുന്നത് ഇത് അവരുടെ മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ ഹിന്ദി ബിഗ് ബോസിലുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അവരങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും തളർത്താനൊന്നും പറ്റില്ല. ഗുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ശരത്തും ഈ അക്ബറും കൂടി അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചായിരുന്നല്ലേ. അതിലൊക്കെ അവർ അത്യാവശ്യം പിടിച്ചു നിന്നായിരുന്നു. മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എന്തായാലും ഒരു ടോപ്പ് 5 ഉണ്ടാവും ഞാൻ ഇപ്പോഴേ തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനും അതെ. അതായത് പിന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളൊരു നല്ലൊരു സ്ട്രോങ് പ്ലെയർ ജിസയില് മാത്രമാണെന്നാണ് ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നത്. ബിന്നി കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു ഗെയിമർ ആയിട്ട് തോന്നിയിട്ടില്ല. അവരൊക്കെ അവരുടെ പ്രസൻസ് അറിയിക്കുന്നുണ്ട്. എന്നാൽ പോലും വരും വീക്കുകളിൽ നോക്കാം. അവരൊന്നും പറയാറായിട്ടില്ല. എന്നൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് സീസൺ 6-നേക്കാളും നല്ലത് 7 ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 6 വളരെ പരാജയം. 6 ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സീസൺ ആയിരുന്നു. പറയത്തൊക്കെ ഇപ്പോ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ഓർത്തു വെക്കുക എന്നുള്ള സീസൺ 6 ആരെയും അങ്ങനെ ഓർക്കാൻ പോലും ഇല്ല. ശരിയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പോ ഈ ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ ഈ ഓരോരുത്തരുടെ പേരും നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ട്. ശരിയാണ്. രേണുസുധീർ നമ്മളെല്ലാരും ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇതിൽ പോകുമ്പോ നല്ലൊരു ഗെയിമർ ആയിരിക്കും. രേണുസുധീം ശാരികയും അവരുടെ ഇന്റർവ്യൂന്ന് അവര് ഇവിടെ പോയിട്ടും തല്ലുകൂടും അങ്ങനെയൊക്കെ ആയിരുന്നില്ല എല്ലാരും പ്രതീക്ഷിച്ചത്. പക്ഷെ രേണുസുധി ഭയങ്കര വീക്കായിട്ടുള്ളൊരു പ്ലെയർ ആണ്. രേണുസുധി ഇപ്പോ പുറത്തു പോകണമെന്നൊക്കെയാണ് സ്വയം പറയുന്നത്. അവർക്ക് ഫിസിക്കലി വയ്യ, മടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ രേണുസുധി പ്രേക്ഷകർ വിചാരിച്ചൊരു എഫക്റ്റ് ഉണ്ടായില്ലെന്നാണ് തോന്നുന്നത്. അവര് ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നില്ല. എന്നാലും നമുക്കറിയാം ഇനി മിഡ് വീക്ക് എവിക്ഷൻ ആവുമ്പോ എന്താവും, ആര് പുറത്തു പോകും, നമ്മുടെ പ്രവചനം പോലെ നടക്കും. തോന്നുന്നത് രേണുസുധീനെയും ചൈത്യനെയും എനിക്ക് ഏറെക്കുറെ പോകുന്ന തന്നെയാണ് തോന്നുന്നത്. പിന്നെ വേറെ ഒരാൾ ആരായിരിക്കുന്നു അവരുടെ ടാസ്ക് പെർഫോമൻസ് പോലെ കണ്ടറിയേണ്ടിയിരിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ ഇതുപോലെ ഇരിക്കാം.